നൂറുകണക്കിന് കണ്ടൽ കാടുകൾ കുടുംബവുമൊത്ത് പോകാൻ പറ്റിയ സ്ഥലം. സ്പീഡ് ബോട്ടിൽ യാത്ര. മുങ്ങിപ്പോകുമെന്ന പേടി വേണ്ടേ വേണ്ട. കാരണം മുട്ട വരെ മാത്രമേ ഉള്ളൂ വെള്ളം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ആകർഷണം കയാക്കിംഗ് ആണ്. ശാന്തമായ കായലിലൂടെ മനോഹരമായ കണ്ടൽ കാടുകൾക്കിടയിലൂടെ കയാക്കിംഗ് നടത്തുന്നത് സഞ്ചാരികൾക്ക് നല്ലൊരു അനുഭവമാണ്. അതിമനോഹരമായ കണ്ടൽ കാടുകൾക്കിടയിലൂടെ നടന്നും ആസ്വദിച്ചും പോകാം. കുട്ടികളുമൊത്ത് പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫുട്ബോളും കൂടി കയ്യിൽ കരുതുക. കളിക്കാൻ നല്ല രസമായിരിക്കും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ദ്വീപാണ് കൗവായി ദ്വീപ്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ കായൽപ്പരപ്പായ കൗവായി കായലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇതിന് കാവിൽ പട്ടണം എന്നായിരുന്നു പേര്. ഈ പ്രദേശം പിന്നീട് കൗവായി എന്ന പേരിലായി മാറി. മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത തുടങ്ങിയ പ്രശസ്ത ലോക സഞ്ചാരികൾ തങ്ങളുടെ യാത്രാ വിവരണങ്ങളിൽ കൗവായിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതൊരു പ്രധാന വ്യാപാര കേന്ദ്രവും തുറമുഖവുമായിരുന്നു. ഈ സാധനമാണ് കണ്ടൽക്കാട് ഉണ്ടാകുന്നത്. ഇത് മരത്തുനിന്ന് ഇങ്ങനെ വീണിട്ട് അങ്ങനെ താഴേക്ക് പോകും. ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കും. അതിൽ നിന്ന് മുളച്ച് വരുന്നതാണ് ഈ കണ്ടൽക്കാട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇത് നേരത്തെ പ്ലാൻ ചെയ്ത ടൂറൊന്നുമല്ല കേട്ടോ. ഒരു പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കിയപ്പോഴാണ് കൗവായി ബീച്ചിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ കൗവായി ബീച്ചിലോട്ട്. കൂട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ കുടുംബക്കാരുമായോ ഇവിടെ വരികയാണെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടും നമുക്ക് കണ്ടും ആസ്വദിച്ചും നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. ആ കാണുന്ന റൂമിൽ നമ്മുടെ ഡ്രസ്സും ബാഗും ഒക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. കൗവായി ഐസ്ലാൻഡിലേക്ക് സ്പീഡ് ബോട്ടിൽ പോകാൻ 8 പേർക്ക് 800 രൂപയാണ്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ കായൽപ്പരപ്പാണ് കൗവായിയിലേത്. കൗവായി, കങ്കോല്, വണ്ണാത്തിച്ചാല്, കുപ്പിത്തോട്, കുണിയൻ എന്നീ 5 നദികൾ ചേർന്നാണ് ഈ കായൽ രൂപപ്പെടുന്നത്. ഇവിടെ കൗവായിയെ കൂടാതെ വലിയ പറമ്പ്, കോക്കൽ, ഇടയിലക്കാട് തുടങ്ങിയ നിരവധി ചെറിയ ദ്വീപുകളുമുണ്ട്. സ്പീഡ് ബോട്ടിൽ ചാഞ്ഞും ചെരിഞ്ഞും ഹൈ സ്പീഡിൽ പോയത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് കണ്ടൽക്കാടുകൾ. നൂറുകണക്കിന് കണ്ടൽക്കാടുകൾ. കാണാൻ തന്നെ ഭംഗിയാണ്. ഈ കണ്ടൽക്കാടിനടുത്ത് ഞങ്ങളെ ഇറക്കി അവർ തിരിച്ചുപോയി. ഈ ഒരു 800 രൂപയിൽ നമുക്കിവിടെ വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റും. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരം. ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോകാൻ പറ്റിയ നല്ലൊരു ഇടമാണ് കൗവായി ബീച്ച്. ഞങ്ങൾ ഈ പോയ സമയത്തും അവിടെ ധാരാളം സഞ്ചാരികൾ ഉണ്ടായിരുന്നു. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു സൗകര്യം ഇല്ല എന്ന ഒരു പോരായ്മ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സൂപ്പർ സ്പോട്ട്. കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. റീൽസ്, വീഡിയോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. കൗവായി കായലിന്റെ വശ്യമനോഹര സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ വേണ്ടി ചുരുങ്ങിയ ചെലവിലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനും ഇവിടെ വഴിയുണ്ട്. വെറും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ കറങ്ങിക്കാണാം. കായലിന്റെ തീരങ്ങളിലുള്ള ഇടതൂർന്ന കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കും. വൈകുന്നേരമാകുമ്പോൾ കൂടണയാനെത്തുന്ന വിവിധ ഇനം നീർപക്ഷികളെയും ദേശാടന പക്ഷികളെയും ഈ സമയത്ത് കാണാൻ സാധിക്കും. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലത് ഹൗസ് ബോട്ടുകളാണ്. അതിൽ ഭക്ഷണത്തിനുള്ള സൗകര്യവും വിശ്രമിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. കളിച്ചും ഉല്ലസിച്ചും 3 മണിക്കൂർ നേരം പോയതേ അറിഞ്ഞില്ല. കോൾ ചെയ്ത ഉടനെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ കൗവായി കായലിനോട് ഇവിടെ പറയുകയാണ്. അമ്ര മീഡിയാസിന് വേണ്ടി ഞാൻ മുസ്തഫ ആസാദ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.